പ്രിയപ്പെട്ട കുട്ടികളെ, കൊല്ലേണ്ടതെന്ന കവിതയാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സുഗതകുമാരി ടീച്ചറെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ടീച്ചറുടെ കവിതകൾ ഏതെല്ലാമാണെന്നും ടീച്ചറുടെ ബയോഗ്രഫിയെക്കുറിച്ചും ടീച്ചറുടെ കവിതകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പറഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ കവിത വിശദമായിട്ട് പഠിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കവിത ശ്രദ്ധിക്കാം. എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. കൊല്ലേണ്ടതെങ്ങനെ ചിരിച്ച മുഖത്തു നോക്കി അല്ലിൽ തരിച്ചിവിടെയമ്മ തപിച്ചിടുന്നു. ഇല്ലാ ഭയം വിഷമമൊന്നും ഇവൾക്ക്, തിങ്കൾ തെല്ലിനു തുല്യമൊരു പുഞ്ചിരിയുണ്ടു ചുണ്ടിൽ. ഇപ്പുഞ്ചിരിക്കു തെളിവില്ല അറിവില്ല കാൺമീലർത്ഥം, വൃഥാ ചിരി പൊഴിച്ചവൾ വാണിടുന്നു. കഷ്ടം മഹാദുരിത ജന്മമിതെന്നു കാൺമോരിഷ്ടം വിനാ മിരി തിരിച്ചൊഴിവായിടുന്നു. പൂവാണിവൾക്കു മുഖം ഓമനയായ മെയ്യിൻ ലാവണ്യഭാവമിതു കാണുകയേറെ ദുഃഖം. ജീവൻ വെടിഞ്ഞ വിധമാം നയനങ്ങൾ, ശൂന്യഭാവങ്ങൾ, നിഷ്ഫല സുദീർഘ മനോഹരങ്ങൾ. പൊട്ടിച്ചിരിച്ചു മിഴി ചുറ്റിയുഴന്നു കുഞ്ഞിൻ മട്ടിൽ പിളർത്തിയ അധരങ്ങൾ മൊഴിഞ്ഞിടുന്നു. മർത്യൻ്റെ ഭാഷകളിലൊന്നിലുമല്ല ഏതോ പക്ഷിക്കിടാവ് മുറിവേറ്റു വിളിച്ചിടുമ്പോൾ. അമ്മയ്ക്കു മാത്രം അറിയുന്നൊരു ഭാഷ, കുഞ്ഞിനൊന്നോ വയസ്സ്, ശിവ 37 തന്മേനി യൗവന സുപൂർണതയാൽ വിളങ്ങി. കണ്ണീരിലൂടെയത് മങ്ങിയുടഞ്ഞു കാണൂ. നിന്നെ ചുമന്നിതു കരഞ്ഞു വിളിച്ചു പെറ്റു, നെഞ്ഞോടണച്ചഴലൊടമ്മ വളർത്തെടുത്തു. അമ്മയ്ക്കു വയ്യനി മിഴിക്കു വെളിച്ചമേ, നിൻ പൊന്മേനി തീക്കനലു പോലെ ചുടുന്നതായി. ഇമ്മട്ടിലുള്ള ദുരിതത്തിന് വേണ്ട എന്നും, കുന്നിച്ച ഭാരമിതു താങ്ങുക വയ്യ എന്നും, നിന്നച്ഛനന്ന് മനമേറെ മടുത്തു മാറി. നിന്നമ്മ തന്നൊഴിവിലന്യ വസിപ്പു പോലും. ആവോ വസിക്ക സുഖമായി മനസ്സിലില്ല വേവും പരാതിയും, എനിക്കിവളെൻ്റെ ജീവൻ. പോയി യുഗങ്ങൾ കഴിയും പടികാലമേറെയായി, വയസ്സ് മിഴിമൂടി മനസ്സുവാടി. രോഗങ്ങൾ വന്നു സഖിമാരോടു തുല്യമെൻ്റെ ദേഹം പതുക്കെരിവുവായൊരു ഭാരമായി. ആകാതെയായി കഠിനം പണിയൊന്നും അമ്മ പോകാറുമായി. മകളെ തുണയാരു നാളെ. ആരൂട്ടും ആരു കഴുകിച്ചു തുടച്ചുറക്കും, ആരീ മുടിച്ചുരുൾകൾ ചീകി ഒതുക്കി വയ്ക്കും. ആരീ അഴുക്കുകൾ എടുത്തിടുമെന്നും എൻ്റെ ആരോ മലിഞ്ഞിരുളിലാര് കരം പിടിക്കും. കാര്യം വിനാ നിലവിളിച്ചു പിടഞ്ഞിടുമ്പോൾ ആരെൻ്റെ കുഞ്ഞിനെ മുറുക്കെ അണച്ചുകൊള്ളും. ആരുണ്ടലിഞ്ഞു മിഴിനീരോട് കാത്തുകൊള്ളാൻ, ആരുണ്ട് ദൈവവും ഒരമ്മയും എന്നീ മഞ്ഞിൽ. ഒന്നിനുമില്ല കഴിവേറെ വിശന്നിടുമ്പോൾ, വിങ്ങിക്കരഞ്ഞിടു ഉടൻ ചിരി തൂകി നിൽക്കും. പെണ്ണാണുടുക്കണം
കൊടുക്കരുതൊക്കെയൊന്നാനെന്നോമനയ്ക്ക് ചിരിയാണ് കരച്ചിൽ പോലും. കൈക്കുഞ്ഞു പോലെ മലമൂത്രമറിഞ്ഞിടാതെ നിൽക്കും രജസ്സു കറചാർത്തുമുടുപ്പുമായി. ഇഷ്ടം കുളിയും കളിയാണ് നീറ്റിൽ പൊൽക്കൈകളാൽ ഇവളടിച്ചു തിമിർത്തു തുള്ളും. കാലത്തുണർത്തി അലിവായി കഴുകിച്ചുടുപ്പിച്ച് ആവോളമോമനയെ ഞാൻ ചമയിച്ചിരുത്തും. പാവം ചിരിച്ചുഴറിയൻ മുഖമുറ്റു നോക്കി ഭാവം വിനാ പ്രതിമ പോലെ ഇരുന്നു കൊള്ളും. പെട്ടെന്നിടയ്ക്കു ഭയമാർന്നു പിടഞ്ഞെഴുന്നേറ്റുച്ചം കരഞ്ഞു തല തല്ലി അലച്ചിടുന്നു. പൊട്ടുന്നു തൂന്നെറുക ചോരയൊലിക്കിലും നോവൊട്ടും തിരിച്ചറിവേഴാതെ ചിരിപ്പു പിന്നെ. കുഞ്ഞായിരിക്കും അവളെത്ര സുഖം തരുന്നു തന്മക്കൾ സർവദുരിതത്തിനും ഔഷധങ്ങൾ. കുഞ്ഞുങ്ങളെന്നു പറവൂപുതർ കൂരിരുട്ടും കണ്ണീരുമായി ചിലർ പിറക്കുവതെന്തു പിന്നെ. മിണ്ടിയില മുട്ടിലുശിരാർന്നിവൾ നീന്തിയില്ല. കണ്ടിയില കൊഞ്ചലുതിരുന്നൊരു പിച്ചവയ്പ്പും. മണ്ടിക്കളിച്ചിവൾ നടപ്പത് ആഞ്ഞു വന്നെൻ കണ്ടത്തിലാഞ്ഞു പുണരുന്നതറിഞ്ഞതില്ല. വന്നെൻ മടിത്തടമിതിൽ ചിരി പൂണ്ടിരുന്നെൻ കുഞ്ഞെന്നോടൊന്നും ഒരു വാക്കുമൊഴിഞ്ഞതില്ല. പൊന്നുമ്മയൊന്നും ഇവൾ തന്നതുമില്ല. അമ്മ എന്നെന്നെ എൻ്റെ മകളൊന്നു വിളിച്ചുമില്ല. എന്നാലും എങ്ങനെ എനിക്കിവൾ ജീവനായി കണ്ണായി കണ്ണിനമൃതായി വെളിച്ചമായി. എന്നെ തിരിച്ചറിയുമോമന എന്നു മാത്രം അമ്മയ്ക്ക് നിശ്ചയം എനിക്കതു പോരുമുണ്ണി. കൊല്ലേണ്ടതെങ്ങനെ? ചിരിച്ച മുഖത്തു നോക്കി അല്ലിൽ തനിച്ചിവിടെ അമ്മ തപിച്ചിടുന്നു. അമ്മ അങ്ങനെ ചിന്തിക്കുകയാണ്, വളരെ വിഷമത്തോടു കൂടിയാണ് ചിന്തിക്കുന്നത്. തൻ്റെ മകളെ എങ്ങനെയാണ് കൊല്ലുക? അമ്മയ്ക്ക് മകളെ കൊല്ലാൻ പറ്റില്ല. പക്ഷെ താനില്ലാത്തൊരു സാഹചര്യത്തിൽ മകളെ എങ്ങനെ ജീവിക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യാധിയാണ്. കാരണം ഈ ഒരു കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അതായത് 37 വയസ്സായിട്ടും മാനസിക പക്വതയില്ലാത്ത ഒരു പെൺകുട്ടി, ശാരീരിക വളർച്ചയുണ്ടെങ്കിലും മാനസിക വളർച്ചയില്ലാത്ത ഒരു പെൺകുട്ടിയുടെ അമ്മ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് അച്ഛനും ഉപേക്ഷിച്ചു പോയിട്ട് അവസാനം അമ്മയും മകളും തമ്മിൽ മാത്രം കഴിയുമ്പോൾ അവളുടെ ആ പ്രായത്തിൽ 37 വയസ്സിൻ്റെ പ്രായത്തിൽ അവൾക്കില്ലാത്ത പക്വതയെക്കുറിച്ച് ഓർക്കുമ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി എങ്ങനെ ജീവിക്കും, അവളെ ആരൊക്കെ എന്തൊക്കെ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന ഒരു അമ്മ ചിന്തിക്കുകയാണ്, എൻ്റെ മകളെ എങ്ങനെയാണ് കൊല്ലേണ്ടത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വളരെ വിഷമിച്ച് അമ്മ അവിടെ ഇരിക്കുകയാണ്. ഇല്ലാ ഭയം വിഷമം ഒന്നും ഇവൾക്ക്. തിങ്കൾ തെല്ലിന് തുല്യം ഒരു പുഞ്ചിരിയുണ്ട് ചുണ്ടിൽ. ഇവൾക്ക് വിഷമമൊന്നുമില്ല, ഒരു ഭയവുമില്ല, വിഷമവുമില്ല. അവൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. കാരണം അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള മാനസിക പക്വത കുട്ടിക്കല്ല. അവൾ വലിയൊരു പെൺകുട്ടിയാണ്, സ്ത്രീയാണ്, 37 വയസ്സുണ്ട്. അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു വിഷമമില്ല. തിങ്കൾ തെല്ലിന് തുല്യം ഒരു പുഞ്ചിരിയുണ്ട് ചുണ്ടിൽ. തിങ്കളത്തെല്ല് ചന്ദ്രക്കലയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു പുഞ്ചിരിയോടുകൂടി അവൾ എപ്പോഴും ഇരിക്കുന്നത്. അവളുടെ ചുണ്ടിൽ എപ്പോഴും ഒരു പുഞ്ചിരിയുണ്ട്. ഈ പുഞ്ചിരിക്ക് തെളിവില്ല, അറിവില്ല. അവളുടെ പുഞ്ചിരിക്ക് തെളിവില്ല, തെളിഞ്ഞൊരു ചിരിയല്ല, എന്തെങ്കിലും കണ്ടിട്ട് മനസ്സറിഞ്ഞ് ചിരിക്കുന്നതല്ല, എന്തോ ഒരു ചിരി മാത്രമല്ല. അറിവില്ല, എന്തെങ്കിലും അറിഞ്ഞിട്ടുള്ള ചിരിയുമല്ല. കാൺമീൽ അർത്ഥം, അതിനവൾ എന്തെങ്കിലും ഒരു അർത്ഥം കണ്ടിട്ടുള്ള ചിരിയല്ല. വെറുതെ അവൾ ചിരി പൊഴിച്ച് ഇങ്ങനെ കഴിയാണ്.
കഷ്ടം മഹാദുരിത ജന്മം ഇതെന്ന്. അതായത് കാണുന്നവരൊക്കെ മഹാദുരിതം പിടിച്ചൊരു ജന്മമാണല്ലോ ഇവളെന്ന്. കാണുമോരിഷ്ടം വിന മിഴി തിരിച്ചൊഴിവായിടുന്നു. ഇത് ഒരു ദുരിതം പിടിച്ചൊരു ജീവിതമാണല്ലോ ഈ കുട്ടിയുടെ എന്ന് പറഞ്ഞിട്ട് കാണുന്നവരൊക്കെ താല്പര്യമില്ലാതെ മിഴി തിരിച്ച് കണ്ണ് തിരിച്ച് അവൾ മുഖം തിരിച്ചു പോകാണ്. പൂവാണിവൾക്ക് മുഖം ഓമനയായ മെയ്യിൻ ലാവണ്യഭാവം ഇത് കാണുക ഏറെ ദുഃഖം. അവളുടെ മുഖം കണ്ടാൽ പൂ പോലെയാണ്. ഓമനയായിട്ടുള്ള അവളുടെ മെയ്യിലെ ലാവണ്യഭാവം കണ്ടാൽ, അവളുടെ സൗന്ദര്യം കാണുമ്പോഴോ ദുഃഖം വല്ലാണ്ട് കൂടുകയാണ്. ജീവൻ വെടിഞ്ഞ വിധമാം നയനങ്ങൾ, ജീവനില്ലാത്തവളുടെ കണ്ണുകൾ, ശൂന്യമായിട്ടുള്ള അവളുടെ ഭാവങ്ങൾ, നിഷ്ഫലവും സുദീർഘവും മനോഹരവുമായിട്ട് പൊട്ടിച്ചിരിച്ച്, വളരെ ദീർഘമായ ചിരിയാണ്, മനോഹരമാണ്, പക്ഷെ നിഷ്ഫലമാണ് അവളുടെ ചിരി. അങ്ങനെ പൊട്ടിച്ചിരിച്ച് മിഴി ചുറ്റിയുഴന്ന് കുഞ്ഞിൻ മട്ടിൽ, അതായത് മിഴി ചുഴറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ നോക്കിക്കണ്ട് കുഞ്ഞിൻ്റെ മട്ടിലെ അധരങ്ങൾ പിളർത്തി അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണ്? മർത്യൻ്റെ ഭാഷകളിൽ ഒന്നിലുമല്ല ഏതോ പക്ഷിക്കിടാവ് മുറിവേറ്റ് വിളിച്ചിടുമ്പോൾ. മനുഷ്യൻ്റെ ഭാഷയിലല്ല അവൾ സംസാരിക്കുന്നത്, ഏതോ ഒരു പക്ഷിക്കിടാവ് മുറിവേറ്റ് വിളിക്കുന്നത് പോലെയാണ് അവൾ എന്തൊക്കെയോ ഒച്ചയുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അമ്മയ്ക്ക് മാത്രം അറിയുന്നൊരു ഭാഷ, അവളുടെ ഭാഷ ആർക്ക് മാത്രം അറിയുള്ളൂ? അമ്മയ്ക്ക് മാത്രമാണ് ആ ഭാഷ അറിയുകയുള്ളൂ. കുഞ്ഞിന് കുഞ്ഞിൻ്റെ വയസ്സ് 1 ശിവ 37 37 വയസ്സായി അവൾക്ക്. തന്മേനി യൗവന സുപൂർണതയാൽ വിളങ്ങി, അവളുടെ ശരീരമാണെങ്കിലോ യൗവനത്തിൻ്റെ പൂർണ്ണതയാൽ വിളങ്ങി, വളരെ യുവതിയായി മാറി അവൾ. കണ്ണീരിലൂടെ അത് മങ്ങി ഉടഞ്ഞു കാണുന്നു. ഈ അമ്മയാണെങ്കിലോ കണ്ണ് നിറഞ്ഞ് എപ്പോഴും കരച്ചില്ല, സങ്കടമാണ് അമ്മയ്ക്ക്. അങ്ങനെ കണ്ണീരിലൂടെ അമ്മ അവളുടെ സൗന്ദര്യം എങ്ങനെയാണ് കാണുന്നത്? മങ്ങി ഉടഞ്ഞാണ് അമ്മ കാണുന്നത്. കാരണം കണ്ണിൽ വെള്ളം നിറയുമ്പോൾ നമ്മൾ കാണുന്നത് വ്യക്തമല്ല അല്ലേ? അങ്ങനെയാണ് അമ്മ അവളുടെ ശരീരത്തെ കാണുന്നത്. അവളെ കാണുമ്പോൾ അമ്മയ്ക്ക് സങ്കടം വരാണ്, അമ്മ കരയാണ്. നിന്നെ ചുമന്ന കാലം, ഗർഭം ധരിച്ച് ചുമന്നു നടന്ന കാലം, കരഞ്ഞു വിളിച്ചു പെറ്റ്, അതായത് വേദനയോടെ നിന്നെ പ്രസവിച്ചത്, നെഞ്ഞോടണച്ച് അഴലോടെ അമ്മ വളർത്തെടുത്തു. നെഞ്ചോടണച്ച് വളരെ വലുതായപ്പോൾ ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ച് അമ്മ നിന്നെ വളർത്തിയെടുത്തു. അമ്മയ്ക്ക് ഇനി വയ്യ. മിഴിക്ക് വെളിച്ചമേ നിൻ പൊന്മേനി തീക്കനൽ പോലെ ചുടുന്നതായി. എൻ്റെ കണ്ണിന് വെളിച്ചമാകേണ്ടുന്ന നിൻ്റെ ശരീരം എൻ്റെ കണ്ണുകൾക്ക് ഇപ്പോഴെന്താ തീക്കനൽ കാണുന്നത് പോലെ, തീക്കനൽ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ മട്ടിലുള്ള ദുരിതത്തിന് വേണ്ട, ഇത്രയും കുന്നിച്ച ഭാരം താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞ് നിൻ്റെ അച്ഛൻ മനസ്സേറെ മടുത്ത് മാറി. പക്ഷേ അതായത് എനിക്ക് ഇനി ഈ ഭാരം താങ്ങാൻ വയ്യ, ഈ രീതിയിലുള്ള ദുരിതത്തിന് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ അച്ഛൻ മനസ്സ് മടുത്ത് മാറി. നിൻ്റെ അമ്മ തന്നൊഴിവിലഞ്ഞ വസിപ്പ് പോലും, നിൻ്റെ അമ്മയാണെങ്കിലോ നീയില്ലാതെ ഒരു നിമിഷം പോലും വസിച്ചിട്ടില്ല. വസിക്കാൻ അമ്മയ്ക്ക് ആവില്ല. ആവോ വസിക്ക സുഖമായി. പക്ഷെ അങ്ങനെ വസിക്കുകയാണെങ്കിൽ സുഖമാണ്. മനസ്സിലില്ല വേവും പരാതിയും. പക്ഷെ അങ്ങനെ വസിക്കുകയാണെങ്കിൽ സുഖമാണ്. പക്ഷെ നീയില്ലാതെ ഒരു ദിവസം പോലും അമ്മ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നിന്നോടൊപ്പം കഴിയുന്നതിൽ അമ്മയ്ക്കൊരു വേദനയോ പരാതിയോ ഒന്നുമില്ല. എനിക്കിവളൻ ജീവൻ, ഇവളാണ് എൻ്റെ ജീവൻ. പോയി യുഗങ്ങൾ കഴിയും പടി, കാലമേറെയായി വയസ്സ് മിഴിമൂടി മനസ്സു വാടി, രോഗങ്ങൾ വന്നു സഖിമാരോട് തുല്യം എൻ്റെ ദേഹം പതുക്കെ രിപുവായൊരു
ഭാരമായി. എന്താണ്, ഓരോ കൊല്ലങ്ങൾ ഇങ്ങനെ കഴിയാണ്, കാലങ്ങൾ കഴിഞ്ഞു. ഈ അമ്മയ്ക്ക് വയസ്സായി, അമ്മയുടെ കണ്ണുകൾക്ക് കാഴ്ച മങ്ങി, അമ്മയുടെ മനസ്സും വാടി. ഓരോ കൂട്ടുകാരികളെ പോലെ രോഗങ്ങൾ വന്നു തുടങ്ങി. ആ അമ്മയുടെ ദേഹം പതുക്കെ എന്താണ്, അമ്മയ്ക്ക് തന്നെ ശത്രുവായി മാറി. രോഗം വന്ന് അമ്മയ്ക്ക് തന്നെ ബുദ്ധിമുട്ടായി മാറി, ഭാരമായി, ആകാതെയായി. കഠിനം പണിയൊന്നും അമ്മയ്ക്ക് ഒരു പണിയും ചെയ്യാൻ വയ്യാതെയായി. അമ്മ പോകാറുമായി, അമ്മ മരിച്ചു പോകാറുമായി അമ്മയ്ക്ക് തോന്നി. മകളെ, തുണയാര് നാളെ? നിനക്ക് ഇനി ആരാണ് നാളെ തുണയായിട്ടുള്ളത്? നിന്നെ ആരാണ് ഊട്ടുന്നത്? ആരാണ് കഴുകിച്ച് തുടച്ച് ഉറക്കുന്നത്? ആരാണ് നിൻ്റെ മുടിച്ചുരുളുകൾ, നിൻ്റെ മുടി ചീകി ഒതുക്കി വയ്ക്കുന്നത്? ആരാണ് നിൻ്റെ ശരീരത്തിലുള്ള അഴുക്കുകളൊക്കെ എടുത്ത് എന്നും എൻ്റെ ഓമലെ നിന്നെ വൃത്തിയാക്കുന്നത്? ആരാണ് ഇരുളിൽ നിന്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുന്നത്? കാര്യം വിനാ നിലവിളിച്ച് പിടഞ്ഞിടുമ്പോൾ ആരെൻ്റെ കുഞ്ഞിനെ മുറുക്കി അണച്ചുകൊള്ളും? ഇപ്പോൾ ഒരു കാര്യമില്ലാതെ വെറുതെ അലറിപ്പൊളിച്ച് കരയുമ്പോൾ നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിന്നെ ആശ്വസിപ്പിക്കുന്നത് അമ്മയാണ്. ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ നിന്നെ ആരാണ് ഇങ്ങനെ സംരക്ഷിക്കുക? ആരുണ്ട് അലിഞ്ഞ് മിഴിനീരോട് കാത്തുകൊള്ളാൻ? ആരുണ്ട് ദൈവവും ഒരമ്മയും എന്നീ മഞ്ഞിൽ? ആരാണ് മിഴിനീരോടെ കണ്ണീരോടെ നിന്നെ ഈ ഭൂമിയിൽ കാത്തുകൊള്ളാൻ ആരാണുള്ളത്? ഈ അമ്മയും പിന്നെ ദൈവവുമല്ലാതെ മോളെ ഈ മഞ്ഞിൽ നിന്നെ കാക്കാൻ ആരാണുള്ളത്? നിന്നെ സംരക്ഷിക്കാൻ, നിന്നെ നോക്കാൻ ആരാണുള്ളത്? ഒന്നിനുമില്ല കഴിവേറെ വിശന്നിടുമ്പോൾ വിങ്ങിക്കരഞ്ഞിടുമുടൻ ചിരി തൂകി നിൽക്കും. പെണ്ണാടുടുക്കണം ഉടുക്കരുതൊക്കെയൊന്നാണ് എന്നോമനയ്ക്ക്, ചിരിയാണ് കരച്ചിൽ പോലും. എന്താ പറയുന്നേ? അതായത് ഒന്നിനുമില്ല കഴിവേറെ, അവൾക്ക് പ്രത്യേകിച്ച് ഒന്നിനും ഒരു കഴിവില്ല. വിശക്കുമ്പോൾ വിങ്ങിക്കരഞ്ഞുകൊണ്ട് വിങ്ങിക്കരയും അവൾ. വിശക്കുമ്പോൾ കരയും, അപ്പം തന്നെ അവൾ ചിരിക്കും. ഉടൻ ചിരി തൂകി നിൽക്കും. അവൾ പെണ്ണാണെന്നോ ഉടുക്കണമെന്നോ അത് ഉടുക്കരുതെന്നോ ഒന്നും അവൾക്കറിയില്ല. എൻ്റെ ഓമനയ്ക്ക് ചിരിയാണ് കരച്ചിൽ പോലും. കരച്ചിൽ പോലും, കരയേണ്ടിടത്ത് പോലും അവൾ എന്താ ചെയ്യുക? ചിരിക്കുകയാണ് അവൾ ചെയ്യുന്നത്. കൈക്കുഞ്ഞു പോലെ മലമൂത്രം അറിഞ്ഞിടാതെ നിൽക്കും രജസ്സു കറ ചാർത്തും ഉടുപ്പുമായി. ഒരു കൈക്കുഞ്ഞിനെ പോലെ മലമൂത്ര വിസർജനം നടത്തുന്നതൊന്നും അറിയാതെ അവൾ നിൽക്കും. രജസ് കറ ചാർത്തും ഉടുപ്പുമായി. ഇപ്പം പീരീഡ്സ് വരുന്ന സമയത്ത് അത് ഉടുപ്പിൽ പറ്റിയാലും അവൾക്ക് അറിയില്ല. അങ്ങനെയുള്ള ഉടുപ്പുമായി അവൾ നിൽക്കും. ഇഷ്ടം കുളിക്കുക, അവൾക്ക് ഏറ്റവും ഇഷ്ടം എന്താ? കുളിക്കാനാണ്. കുളിയും അവൾക്കൊരു കളിയാണ്. നീറ്റിൽ പൊൽക്കൈകളാൽ അവൾ അടിച്ച് തിമിർത്തു തുള്ളും. തോട്ടിൽ പോയി കുളിക്കുമ്പോൾ വെള്ളത്തിൽ അവൾ എന്ത് ചെയ്യും? കൈ അടിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടാണ് അവൾ കുളിക്കുന്നത്. അവൾ വളരെ സന്തോഷമുള്ള ഒരു കളിയാണ് അവൾ തിമിർത്തു തുള്ളും അതിൽ. കാലത്ത് ഉണർത്തി അലിവായി കഴുകിച്ച് ഉടുപ്പിച്ച് ആവോളം ഓമനയെ ഞാൻ ചമയിച്ചിരുത്തും. രാവിലെ തന്നെ വിളിച്ചു ഉണർത്തി വളരെ സ്നേഹത്തോടു കൂടി അവളെ കുളിപ്പിച്ച് നല്ല ഉടുപ്പൊക്കെ ഇടിയിച്ച് അവളെ ഞാൻ ചമയിച്ചിരുത്തും. പാവം ചിരിച്ചുടറിയൻ മുഖമുറ്റു നോക്കി ഭാവം വിന പ്രതിമ പോലെ ഇരുന്നു കൊള്ളും. അവളെന്ത് ചെയ്യും? അവൾ ചിരിച്ചുകൊണ്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ തുറിപ്പിച്ച് ഉറ്റുനോക്കും. എന്നിട്ട് ഒരു ഭാവവും ഇല്ലാത്ത പ്രതിമ പോലെ അവൾ അങ്ങനെ ഇരിക്കും. പെട്ടെന്നിടയ്ക്ക് ഭയമാർന്ന് പിടഞ്ഞെഴുന്നേറ്റുച്ചം കരഞ്ഞ് തല തല്ലി അലച്ചിടുന്നു. പൊട്ടുന്നു തൂനെറുക ചോരയൊലിക്കലും നോവൊട്ടും തിരിച്ചറിവിടാതെ ചിരിപ്പു പിന്നെ. പെട്ടെന്ന് അവളെന്ന് പറയുക, പെട്ടെന്ന് ഇടയ്ക്ക് ഭയത്തോടു കൂടി പിടഞ്ഞെഴുന്നേറ്റ് അവൾ ഉച്ചത്തിൽ തല തല്ലി അലച്ച് കരയും. അപ്പോൾ അവളുടെ നെറ്റി പൊട്ടി ചോരയൊലിക്കും. പക്ഷെ അവൾക്കൊരു നോവും അവൾക്ക് അറിയണില്ല, അതിൻ്റെ വേദനയൊന്നും അറിയണില്ല. തിരിച്ചറിയാതെ പിന്നെയും അവളിങ്ങനെ ചിരിക്കും.
കുഞ്ഞായിരിക്കും അളവെത്ര സുഖം തരുന്നു തന്മക്കൾ സർവ്വദുരിതത്തിനും ഔഷധങ്ങൾ കുഞ്ഞുങ്ങളെന്നു പറവൂ പുതർ കൂരിരുട്ടും കണ്ണീരുമായി ചിരപിറക്കുവതെന്തു പിന്നെ. കുഞ്ഞായിരിക്കും അളവെത്ര, അതായത് കുഞ്ഞായിരിക്കുന്ന പ്രായത്തിൽ ആ കുഞ്ഞുങ്ങൾ എത്ര സുഖമാണ് തരുന്നത്. എന്താ, തന്മക്കൾ സർവ്വദുരിതത്തിനും ഔഷധങ്ങൾ കുഞ്ഞുങ്ങളെന്ന് പറവൂ പുതർ. അതായത് കുഞ്ഞായിരിക്കുന്ന കാലത്ത് തങ്ങളുടെ മക്കൾ എത്ര സുഖമാണ് തരുന്നത്. എല്ലാ ദുരിതത്തിനും ഔഷധങ്ങൾ കുഞ്ഞുങ്ങളാണെന്ന് അറിവുള്ളവർ ജ്ഞാനികൾ പറയുന്നു. കൂരിരുട്ടും കണ്ണീരുമായിട്ട് ചിലർ പിറക്കുവതെന്തു പിന്നെ. പിന്നെ കൂരിരുട്ടും കണ്ണീരുമായിട്ട് എന്താണ് ചിലർ പിറക്കുന്നത്? മിണ്ടിയില്ല, മുട്ടിൽ ഉശിരാർന്നവൾ നീന്തിയില്ല, അവൾ സംസാരിച്ചില്ല. ഉശിരോടുകൂടി മുട്ടിൽ അവൾ നീന്തിയില്ല. കണ്ടിയില കൊഞ്ചൽ ഉതിർന്നൊരു പിച്ചവയ്പ്പും, അത് കൊഞ്ചലുള്ളൊരു പിച്ചവയ്പ്പും കണ്ടില്ല. മണ്ടിക്കളിച്ചിവൾ നടപ്പത്, അതായത് മണ്ടി കളിച്ച് നടക്കുന്നത്, പെട്ടെന്ന് പാഞ്ഞു വന്ന് എൻ്റെ കണ്ടത്തിൽ ആഞ്ഞു പുണരുന്നത് ഒന്നും തനിക്കറിയാൻ കഴിഞ്ഞില്ല. വന്നൻ മടിത്തടം ഇതിൽ ചിരി പൂണ്ടിരുന്നേൻ, കുഞ്ഞെന്നോട് ഒന്ന് ഒരു വാക്കും ഒഴിഞ്ഞതില്ല. ഓടി വന്ന് എൻ്റെ മടിയിൽ കയറിയിരുന്ന് ചിരിച്ചുകൊണ്ട് എൻ്റെ മകൾ എന്നോട് ഒരു വാക്കും പറയുന്നതും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല, അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. പൊന്നുമ്മയൊന്നും ഇവൾ തന്നതുമില്ല, ഒരു ഉമ്മ പോലും അവൾ എനിക്ക് തന്നിട്ടില്ല. അമ്മ എന്ന് എൻ്റെ മകൾ എന്നെ ഒന്ന് വിളിച്ചുമില്ല, എൻ്റെ അമ്മേന്നൊരു വിളി അവൾ എൻ്റെ മകൾ എന്നെ വിളിച്ചിട്ടില്ല. എന്നാലും എങ്ങനെ എനിക്ക് ഇവൾ ജീവനായി, എന്നാലും ഇവൾ എങ്ങനെയാണ് എനിക്ക് ജീവനായത്. കണ്ണായി കണ്ണിനമൃതായി വെളിച്ചമായി എന്നെ തിരിച്ചറിയും ഓമന എന്നു മാത്രം അമ്മയ്ക്ക് നിശ്ചയം, എനിക്കത് പോരുമുണ്ണി. കവയിത്രി പറയണേ, കണ്ണായിട്ട് കണ്ണിനമൃതായിട്ട് വെളിച്ചമായിട്ട് എന്നെ തിരിച്ചറിയും ഓമന, അതായത് ഓമനയ്ക്ക് എൻ്റെ മകൾക്ക് എന്നെ തിരിച്ചറിയാം, അതുമാത്രം അമ്മയ്ക്ക് നിശ്ചയം. അത് മാത്രമാണ് അമ്മയ്ക്ക് അറിയുന്നത്. എൻ്റെ മകൾക്ക് എന്നെ തിരിച്ചറിയാം എന്നുള്ളത് മാത്രം അമ്മയ്ക്കറിയാം. എനിക്കത് പോരുമുണ്ണി, അതെനിക്ക് മതി, അത് മതി എനിക്ക് മകളെ. പൊട്ടിട്ട് ചന്ദന വരക്കുറി ചാർത്തി മഞ്ഞ പട്ടാട ചാർത്തി ഇവളെ ചമച്ചിടുമ്പോൾ പൊട്ടിക്കരഞ്ഞറിയുകയാം പഴയൊരു ജന്മമൊട്ടാകെ ഞാൻ കഠിന പാപശതങ്ങൾ ചെയ്തോൾ. അതായത് അവൾക്ക് ഇട്ടുകൊടുത്ത് പൊട്ടു തൊടിവിച്ച് ചന്ദനക്കുറി വരച്ച് മഞ്ഞ പട്ടുവസ്ത്രങ്ങൾ അവളെ ചാർത്തിച്ചുകൊണ്ട് അവളെ ചമയിച്ചിരുത്തുമ്പോൾ അവൾ പൊട്ടിക്കരയാണ്. അമ്മ പൊട്ടിക്കരയാണ്. എന്തുകൊണ്ട്? തൻ്റെ പഴയ ഏതോ ജന്മത്തിൽ താൻ ചെയ്ത പാപത്തിൻ്റെ ഫലമാണോ ഇതെന്നോർത്ത് അമ്മ കരയാണ്. പേടിപ്പു ഞാൻ, മാത്രമല്ല ഞാൻ പേടിക്കുകയാണ് അവളെക്കുറിച്ച് ഓർത്ത്. ചിറകിനുള്ളിൽ ഒളിച്ചു കാക്കും ആടൽ കുരുന്നിനൊരു മാത്ര തനിച്ചു നിൽക്കിൽ ചൂടുള്ള ഘോര നഖങ്ങൾ കൊതിച്ചിറാഞ്ചും ഓടാനുമില്ല തടയാനും ഇവൾക്ക് ശേഷി. ഞാൻ പേടിച്ചുകൊണ്ടാണ് അവളെ വളർത്തുന്നത്. എന്താ, ചിറകിനുള്ളിൽ ഒളിപ്പിച്ച് ഞാൻ എൻ്റെ കുഞ്ഞിനെ കാക്കുകയാണ്, എൻ്റെ പൊന്നുമോളെ ഞാൻ കാക്കുകയാണ്. ഒരു മാത്രം ഞാൻ അവളെ തനിച്ച് നിർത്തില്ല. കാരണം ചൂടുള്ള ഘോര നഖങ്ങൾ കൊതിച്ചുകൊണ്ട് എപ്പോഴാണ് തൻ്റെ കുഞ്ഞിനെ റാഞ്ചാൻ വരാമെന്ന് അമ്മയ്ക്കറിയില്ല. ഓടാൻ അവൾക്കാവില്ല, തടയാനും അവൾക്ക് ശേഷിയില്ല. അതോർക്കാൻ ഈ അമ്മയ്ക്ക് വയ്യോർക്കുവാൻ വഴിയിലൊക്കെ അലഞ്ഞുഴന്ന് കൈനീട്ടി എൻ്റെ ഉയിർ തേടി നടക്കും എന്നെ. അയ്യോ, മരിച്ചവളൊരമ്മ അദൃശ്യയൊപ്പം പൊയ്യല്ല കേണുഗതിയേറ്റു നടക്കിലെന്താ. അതായത് എന്താണ്, ഈ അമ്മ മരിച്ചു പോയി കഴിഞ്ഞാൽ അമ്മയെ അന്വേഷിച്ച് ഈ മകള് വഴിയിലൊക്കെ കൈനീട്ടി ഇങ്ങനെ നടക്കും. അവൾക്കൊന്നും അറിയില്ല. തൻ്റെ അമ്മയെ അന്വേഷിച്ചാണ് അവൾ നടക്കുന്നത്. അത് പക്ഷേ അമ്മ മരിച്ചു പോയെന്നുള്ളത് അവൾക്കറിയില്ല. അമ്മയുടെ ജീവനുള്ള അമ്മയെ അന്വേഷിച്ചാണ് അവൾ നടക്കുന്നത്. അപ്പോൾ അമ്മയെ അവൾക്ക് കിട്ടില്ല അല്ലേ. അപ്പോൾ അമ്മ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയോടൊപ്പം അദൃശ്യമായിട്ട് അവളെ സംരക്ഷിക്കാനായിട്ട് ഈ അമ്മ നടക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ്.
അപ്പോൾ അത് പറയാണ്, ചത്തോർക്ക് വയ്യ തുണ നൽകുവതിന്. ചത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് തുണ കൊടുക്കാൻ ചത്ത മനുഷ്യന്മാർക്ക് പറ്റുമോ? ഇല്ല, നൽകുവതിന് പറ്റില്ല. വിട്ടു നിൽക്കാനുമായിടുകയില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് തുണ കൊടുക്കാൻ എനിക്ക് പറ്റില്ല, പക്ഷെ അവളെ വിട്ടു പോകാനും എനിക്ക് പറ്റില്ല. കരഞ്ഞു പിന്നിൽപ്പെട്ടുള്ള പാഴ്നിഴൽ പോലെ നടക്കുമെന്നു. കരഞ്ഞുകൊണ്ട് എപ്പോഴും ഒരു പാഴ്നിഴൽ പോലെ അവളുടെ പിന്നിൽ നടക്കാൻ പറ്റുമോ? കാരണം അവളുടെ പിന്നിൽ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നാൽ പോലും അവളെ സംരക്ഷിക്കാൻ ഈ അമ്മയ്ക്ക് പറ്റില്ലല്ലോ. ജീവനോടെ ഉള്ളപ്പോഴാണ് അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. മരിച്ചു കഴിഞ്ഞ് ഈ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ കരഞ്ഞുകൊണ്ട് ഒരു പാഴ്നിഴൽ പോലെ. അതുകൊണ്ടാണ് പാഴ്നിഴൽ എന്ന് പറയുന്നത്. നടക്കുമെന്നോ കഷ്ടം, മരിക്കലും എനിക്ക് ഒഴിവില്ല എന്നോ. കാരണം മരിച്ചാലും ഈ ദുരിതത്തിൽ നിന്ന് എനിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ലെന്നാണോ അമ്മ ചോദിക്കുകയാണ്. ഞാൻ മരിച്ചാലും എനിക്ക് ഈ ദുരിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എനിക്ക് പറ്റില്ല. മുക്കൂട്ട് പാതയിൽ അലഞ്ഞു നടന്നിടുന്നോൾ പിച്ചക്കിരപ്പവൾ കിറുക്കിയൊരുത്തി കണ്ടേൻ. ഇപ്പോൾ നിറഞ്ഞ വയറോടെ ഇരിപ്പ് കണ്ടേൻ. ചിത്തം ഭയാകുലം ഉറക്കെ വിളിച്ചുപോയി, പൊന്നോമനെ വെടികയില്ല തനിച്ചു നിന്നെ. അതായത് അമ്മ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അമ്മ മരിച്ചു പോയി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ്. അങ്ങനെയാണ്. എന്താണ്, വഴിയോരത്ത് ഈ കുട്ടി അലഞ്ഞു നടക്കുമ്പോൾ, പിച്ചയ്ക്ക് ഇരക്കുമ്പോൾ, അപ്പോൾ അവളെ ആരെങ്കിലുമൊക്കെ അവളെ ഉപദ്രവിക്കുമ്പോൾ, അവളുടെ വയറ് നിറഞ്ഞു വരുമ്പോൾ, അത് അമ്മ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ കാണുമ്പോൾ അമ്മയുടെ മനസ്സ് ഭയം കൊണ്ട് ഉറക്കെ വിളിച്ചു പോവുകയാണ്. അത് ഓർത്തപ്പോൾ, എൻ്റെ പൊന്നോമനെ, നിന്നെ ഞാൻ വിടുകയില്ല, നിന്നിട്ടേച്ച് ഞാൻ പോകില്ല. തനിച്ച് നിന്നെ ഇന്നോളം എൻ്റെ എരിനെഞ്ഞിനെ അണച്ചു പോറ്റി ഒന്നായി നമുക്ക് ഇവിടം വെടിയണമെന്നേ. അപ്പോൾ എന്താ പറയുന്നത്, ഇതുവരെ ഞാൻ എൻ്റെ എരിയുന്ന നെഞ്ചിൽ നിന്നെ ചേർത്തിട്ടാണ് ഞാൻ നിന്നെ വളർത്തിയത്. നമ്മളിവിടെ വിട്ടുപോകാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇവിടം വെടിഞ്ഞ് പോകാം മോളെ എന്ന് അമ്മ പറയാണ്. അമ്മയ്ക്ക് തോന്നി, വഴിയില്ല, പൊറുക്കു തങ്കം, പേടിക്ക വേണ്ട, തനിയെ വിടുകയില്ല അമ്മ. കൂടെ തുണയ്ക്ക് വരുമെൻ മകൾ കേണിടൊല്ല, പാടില്ല എന്ന് പറയില്ല. അതായത് എന്താ പറയുന്നേ, അമ്മ പറയാണ്, വേറെ ഒരു വഴിയുമില്ല എൻ്റെ മകളെ, നീ എന്നോട് പൊറുക്ക്, നീ പേടിക്കേണ്ട, നിന്നെ അമ്മ തനിയെ വിടുകയില്ല. കൂടെ തുണയ്ക്ക് വരുമെൻ, നിൻ്റെ കൂടെ തുണയ്ക്ക് അമ്മ ഇനിയും ഉണ്ടാകും. മോളെ, നീ കരയണ്ട, പാടില്ലെന്ന് നീ പറയരുത്, നിനക്ക് പറയാൻ പറ്റില്ല, നിന്നെ കൊണ്ട് ഞാൻ പറയിക്കുന്നില്ല. കൂടില്ല തള്ളയും എഴാക്കിളി വാണിടല്ല. അതായത് ഞാൻ പോയി കഴിഞ്ഞാൽ നിനക്കൊരു കൂടില്ല, തള്ളയില്ലാതെ നിനക്ക് ഇവിടെ വാഴാനാവില്ല. നിൻ കൈവിടാതെ വരും അമ്മയും ഒപ്പമെന്നാൽ ശങ്കിപ്പൂ നാം ഇരുളിൽ മുങ്ങി നിവർന്നിടുമ്പോൾ. കണ്ടിടുമോ പിരിയുമോ ചിരബന്ധം, അമ്മ കണ്ടാൽ തിരിച്ചറിയുമോ, പിടിവിട്ടുപോമോ. ഈ വേദന കടലിനപ്പുറമുള്ളതെന്തേ, നാവിൽ അറിഞ്ഞിടുവതിന് കുഴങ്ങിടുന്നേൻ. രാവും നിലാവും അഴകും പുലരിത്തുടിപ്പും പൂവും ചമച്ച കരമെന്തിനു തീർത്തു നമ്മെ. കുന്നോളവും വ്യഥ പൊറുത്തിതു സൗഖ്യമെന്തെന്നിന്നോളം അമ്മയറിയില്ല തളർന്ന ജന്മം. നിന്നോടു കൂടെ മതിയാക്കും എനിക്കു മാപ്പു തന്നിടുമേ, കൃപ മറന്നവരീശ്വരന്മാർ. പൊന്നോണമാണിത് വരുന്നു തിരിച്ചു വീണ്ടും മന്നൻ വരട്ടെ, അവിടുന്നിതു കാൺക വേണ്ട. എങ്ങും വിരുന്ന് മലർത്തൂകൽ വിളക്ക്, പോകാം നമ്മൾക്ക് വായ്ക്കുരവ നീളെ മുഴങ്ങിടുമ്പോൾ. കൊല്ലേണ്ടതെങ്ങനെ ചിരിച്ച മുഖത്തു നോക്കി, അല്ലിൽ തനിച്ചിവിടെ അമ്മ തപസ്സിരിപ്പൂ. വല്ലാതെ നോവരുത് വേവരുതെന്നൊന്നു മാത്രം, എല്ലാം മറക്കുമൊരുറക്കം ഇവൾക്കെനിക്കും. ഒന്നോർക്കിൽ ഭയമില്ല, തീയിൽ മുഴുകിച്ചെല്ലുമ്പോഴങ്ങേപ്പുറം നിന്നീടും തെളിവാർന്ന കയ്യുകൾ വിടർത്തന്നോമൽ. അന്നാദ്യമായി അമ്മ
കുളിരാർന്ന് നിന്നരുളുമേ ആ ലോകമാതാവുമേ. കണ്ണിറഞ്ഞെന്നൊപ്പം കുളിരാർന്നു നിന്നരുളുമേ ആ ലോകമാതാവുമേ. നിൻ കൈവിടാതെ വരും അമ്മയും ഒപ്പമെന്നാൽ ശങ്കിപ്പോ നാം ഇരുളിൽ മുങ്ങി നിവർന്നിടുമ്പോൾ. കണ്ടിടുമോ പിരിയുമോ ചിരബന്ധം, അമ്മ കണ്ടാൽ തിരിച്ചറിയുമോ പിടിവിട്ടുപോമോ. അതായത് എന്താ അമ്മ പറയുന്നേ? നിന്റെ കൈവിടാതെ നിന്നോടൊപ്പം എപ്പോഴും അമ്മയുണ്ടാകും, എപ്പോഴും അമ്മയുണ്ടാകും. ഒരു ശങ്ക അമ്മയുടെ ഉള്ളിൽ വരാണ്. ഇരുളിൽ നാം മുങ്ങി നിവരുമ്പോൾ നാം പരസ്പരം കാണും. അമ്മ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം കാണുമോ? നമ്മളുടെ ബന്ധം, വളരെ കാലമായിട്ടുള്ള ഈ ബന്ധം പിരിഞ്ഞു പോകുമോ? അമ്മയെ കണ്ടാൽ അപ്പോൾ നീ തിരിച്ചറിയോ? അതായത് എൻ്റെ കൈപ്പിടി വിട്ടു പോകുമോ? ഇതൊക്കെ അമ്മ അങ്ങനെ ചിന്തിക്കുകയാണ്. ഈ വേദന കടലിനപ്പുറമുള്ളതെന്ത് എന്ന് ആവില്ലറിഞ്ഞിടുവതിന് കുഴങ്ങിടുന്നേ. അതായത് ഈ മരിച്ചു കഴിഞ്ഞാൽ, ഈ വേദന തീർന്നു കഴിഞ്ഞാൽ, ഇതിനപ്പുറം ഈ ലോകത്തുള്ള ജീവിതം കഴിഞ്ഞാൽ അതിനപ്പുറം എന്താണെന്ന് എനിക്കറിയാൻ ഒരു വഴിയില്ല. എനിക്കറിയില്ല, അതിനറിയുന്നതിനുള്ള കഴിവെനിക്കില്ല. അത് ഓർക്കുമ്പോൾ ഞാൻ കുഴങ്ങുകയാണ്. രാവും നിലാവും അഴകും പുലരിത്തുടുപ്പും പൂവും ചമച്ച കരമെന്തിനു തീർത്തു നമ്മെ. അതായത് ഈ രാവും ഈ നിലാവും ഈ അഴകും ഈ പുലരിയുടെ തുടിപ്പും ഈ പൂവും ഒക്കെ സൃഷ്ടിച്ച ദൈവം എന്തിനാണ് നമ്മെയും സൃഷ്ടിച്ചത്? കുന്നോളവും വ്യത പൊറുത്തിത് സൗഖ്യമെന്തെന്നിന്നോളം അമ്മയറിയില്ല തളർന്ന ജന്മം. കുന്നോളം അത്രമാത്രം ദുഃഖം അമ്മ സഹിച്ചു. സൗഖ്യം എന്തെന്ന് ഇന്നോളം അമ്മ അറിഞ്ഞിട്ടില്ല. അമ്മയുടെ ഈ ജീവിതം തളർന്നു. നിന്നോടുകൂടെ മതിയാക്കും, നിന്നോടുകൂടെ ഞാൻ എൻ്റെ ജീവിതവും അവസാനിപ്പിക്കും. എനിക്ക് മാപ്പ് തന്നിടുമേ കൃപ മറന്നവരീശ്വരന്മാർ. അതായത് എനിക്ക് മാപ്പ് തരും ആര്? കൃപ മറന്നവർ, എന്നോട് കൃപ കാണിക്കാത്തവരായിട്ടുള്ള ഈശ്വരന്മാർ ഇനിയെങ്കിലും എനിക്ക് മാപ്പ് തരുമെന്നാണ് അമ്മ പറയുന്നത്. പൊന്നോണമാണിത്, വരുന്നു തിരിച്ചു വീണ്ടും മന്നൻ വരട്ടെ, അവിടുന്നിതു കാണുക വേണ്ട. ഓണം വരാറായി, ഓണമാണ്. ഈ മഹാബലി വീണ്ടും തിരിച്ചു വരാണ്. അദ്ദേഹം വരുന്നതിന് മുൻപ് അദ്ദേഹം വരട്ടെ, അവിടെ നിന്നിത് കാണുക വേണ്ട, അവിടെ നിന്നിത് കാണണ്ട. അതിനു മുമ്പ് നമുക്ക് പോകാം. എങ്ങും വിരുന്നും നിറഞ്ഞ മലരുകളും വിളക്കും പോകാം നമുക്ക് വായ്ക്കുരവ നീളെ മുഴങ്ങിടുമ്പോൾ. അതായത് വായ്ക്കുരവ, ഓണത്തിൻ്റെ വായ്ക്കുരവ കേൾക്കുമ്പോൾ, മുഴങ്ങുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാം. അമ്മ ചിന്തിക്കുകയാണ്, കൊല്ലേണ്ടതെങ്ങനെ? ചിരിച്ച മുഖത്ത് നോക്കി അല്ലിൽ തനിച്ചിവിടെ അമ്മ തപസ്സിരിപ്പു. ഞാൻ എങ്ങനെയാണ് എൻ്റെ മകളെ കൊല്ലുന്നത്? ആ മകളുടെ ചിരിച്ച മുഖത്ത് നോക്കിയിട്ട് അതായത് തപസ് ചെയ്യുന്നത് പോലെ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എപ്പോഴാണ് ഞാൻ എൻ്റെ മകളെ കൊല്ലുക? എങ്ങനെയാണ് ഞാൻ എൻ്റെ മകളെ കൊല്ലുക? വല്ലാതെ അവൾക്ക് നോവരുത്, വേവരുത്, വേദനയുണ്ടാകരുത്. അതൊന്നു മാത്രമാണ് അമ്മയുടെ ചിന്ത. എല്ലാം മറക്കുന്ന ഒരു ഉറക്കം, അതാണ് അവൾക്ക് വേണ്ടത്. ഇവൾക്കും എനിക്കും, അവൾക്ക് തന്നെയല്ല എനിക്കും അതാണ് വേണ്ടത്. ഒന്നോർക്കിൽ ഭയമില്ല, തീയിൽ മുഴുകി ചെല്ലുമ്പോഴങ്ങേപ്പുറം നിന്നിടും തെളിവാർന്ന് കയ്യുകൾ വിടർന്നെന്നോമൽ അന്നാദ്യമായി. ഒന്ന് ഓർക്കാണെങ്കിൽ ഇതിലൊരു ഭയം ഇല്ല. ഒരു തീയിൽ മുഴുകി, പെട്ടെന്നൊരു തീയിൽ മുഴുകി അങ്ങോട്ട് ചെല്ലുമ്പോൾ, ഒരു പെട്ടെന്ന് തീയിൽ ചാടി മരിക്കുമ്പോൾ, അങ്ങനെ ചെല്ലുമ്പോൾ അങ്ങേപ്പുറത്ത് തെളിവാർന്ന് കൈകൾ നീട്ടി വിടർന്നുകൊണ്ട് എൻ്റെ ഓമല് അവിടെ നിൽക്കുന്നുണ്ട്. കൈ നീട്ടിയിട്ട് കൈ വിടർത്തി പിടിച്ചുകൊണ്ട് എൻ്റെ മകൾ അന്ന് അവിടെ നിൽക്കുന്നുണ്ടാകും. അന്നാദ്യമായിട്ട് അമ്മേ എന്ന് വിളിക്കും. അവൾ അമ്മ എന്ന് വിളിക്കും. ആ വിളിയിൽ ഞാൻ മുങ്ങിയിടവേ, ആ വിളി കേൾക്കുമ്പോൾ കണ്ണിറഞ്ഞെന്നൊപ്പം കുളിരാർന്ന് നിന്നരുളുമേ ആ ലോകമാതാവുമേ.
ആ വിളി കേൾക്കുമ്പോൾ എൻ്റെ ഒപ്പം ആര് കൂടി? ഈ ലോകമാതാവ് കൂടി, ഈ ഭൂമിയാകുന്ന അമ്മ കൂടി, ഈ ലോകമാകുന്ന അമ്മ കൂടി എന്നോടൊപ്പം കുളിരാർന്നു നിൽക്കും. ഇതാണ് നമ്മുടെ കവിത. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ ഒത്തുതീർപ്പുകൾ എന്നുള്ള കഥയാണ് എടുക്കുന്നത്. എല്ലാവർക്കും നന്ദി.